നമ്മുടെ ഓണപ്പുലരി 2024 ഇവിടെ തുടങ്ങുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന.
കേരളം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനും ദാനശീലനുമായിരുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. പ്രജകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അതീവ സന്തുഷ്ടരായിരുന്നു. അങ്ങനെ മഹാബലിയുടെ പേരും പെരുമയും ജനപ്രിയതയും ഭൂമിയിലും സ്വർഗത്തിലും പരന്നു. മഹാബലിയുടെ ഈ പേരുമയും അസൂയ പൂണ്ട ദേവേന്ദ്രൻ തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് വിഷ്ണു ഭഗവാന്റെ മുമ്പിലെത്തി സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ പോയാൽ അത് ദേവലോകത്തിനും സകല ദേവന്മാർക്കും ആപത്താണെന്നും അതിനാൽ വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്നും വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഭഗവാൻ ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധയാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ ബാലനെ സ്വീകരിച്ചാദരിക്കുകയും ആഗമന ഉദ്ദേശം ആരായുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ ഈ വരവ് എന്തിനാണ് അറിയിച്ചാൽ? മഹാരാജൻ ഒരു മഹാദാനശീലനല്ലേ, അടിയന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് നൽകാമോ? വെറും 3 അടി മണ്ണോ? മറ്റൊന്നും അങ്ങേക്ക് വേണ്ടേ? മതി രാജൻ, അങ്ങ് നമ്മെ ഈ കാൽപാദങ്ങൾ കൊണ്ട് 3 അടി മണ്ണ് അളന്നെടുക്കാൻ അനുവദിച്ചാൽ മതി. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം പൂണ്ട വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ കാലടി കൊണ്ട് ആകാശവും അളന്നു. മൂന്നാമത്തെ കാലടി വയ്ക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാഞ്ഞു. രാജൻ, മൂന്നാമത്തെ കാലടി ഞാൻ എവിടെ വെക്കുമെന്ന് പറഞ്ഞാലോ? ഭഗവാനി, അങ്ങാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കും. മൂന്നാമത്തെ കാലടി അങ്ങേക്ക് ശിരസിൽ വെക്കാവുന്നതാണ്. രാജൻ, ഞാൻ നിന്നെ സംവേദനയാക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യം ചോദിച്ചാലോ? പ്രഭു, വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ വന്ന് കാണാൻ മാത്രം അങ്ങനെ അനുവദിച്ചാൽ മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. തഥാസ്തു. അന്ന് തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തൻ്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. മഹാബലി തമ്പുരാൻ ഇവിടെ കഥ പറയാണോ? നമുക്ക് ആഘോഷങ്ങളിലേക്ക് കടക്കാം. അവിടെ അതാ നമ്മുടെ കൊച്ചി ഗാനസംഘം ഓണപ്പാട്ടുമായി റെഡിയാണ്. അങ്ങ് വരൂ, നമുക്കത് ആസ്വദിക്കാം.
ഓട് താഴെ വീണത് മാത്രല്ല, പാവം കുരുവിയുടെ കാലൊടിഞ്ഞു. ഈ കഥ പറഞ്ഞിട്ടില്ലേ വിസ്മരൻ? കിയാൻ കിയാൻ കുരുവിയാനെ പാട്ട് പഠിച്ചിട്ടില്ലേ? ആ, ഈ കുരുവി വീട് കഴിഞ്ഞപ്പോ അതിന്റെ കാലൊടിഞ്ഞത് ഭയങ്കര വേദനയായി. അതിൽ കണ്ണുകളിൽ മഴത്തിരിക്കാൻ അതിന് കൂടില്ല. ഉടനെ അവിടെ കുറേ മരങ്ങളുണ്ട്. ആ മരങ്ങളെല്ലാം കുരുവിയുടെ ഫ്രണ്ട്സാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാല് വീഡിയോ വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ ഓടിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ ഹെൽപ്പ് ചെയ്യോ പോന്ന് ഓടിച്ചു വിടുവോ? അങ്ങനെ ഈ കുരുവി ഓടിച്ചു നമ്മൾ വലിയൊരു മരം, ഒരു ബിഗ് ട്രീ, ഒരു തേക്ക് മരം. തേക്ക് മരത്തിനടുത്ത് ചോദിച്ചു, ചേട്ടാ ചേട്ടാ എന്നോട് ഹെൽപ്പ് ചെയ്യോ? ഈ മഴത്തൊക്കെ കൂടി താഴെ വീണ് പോയി, എന്റെ കാലോടി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഉടനെ എന്ത് പറയുന്നറിയോ? നോ നോ, നിനക്കിവിടെ സ്ഥലമില്ല, പോയവേ ചെയ്യാതെ. കുരുവിക്ക് ഭയങ്കര വിഷമമായി. ഭയങ്കര മഴയാണ്, ഇവിടെ കാലിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ, ഒടിഞ്ഞിട്ടുണ്ട്. ഉടനെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള പ്ലാവിന്റെ അടുത്ത് വെച്ചു. പ്ലാവാണ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പ്ലാവിനോട് ചോദിച്ചു, എനിക്ക് ഈ മഴക്കാലത്ത് താമസിക്കാൻ ഒരു ബ്രാഞ്ചിൽ ഒരു ചില ഇത്തിരി സ്ഥലം തരുമോ? അവിടെ പ്ലാവ് പറഞ്ഞു, നോ നോ, പോയവേ ശല്യം ചെയ്യണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാൻ ഉറങ്ങാൻ പോകാം എന്ന് പറഞ്ഞു ഒഴിച്ചു. പാവം കുരുവി അത് അടുത്തായിട്ട് മാവിന്റെ അടുത്ത് ചോദിച്ചു. മാവിനോട് ചോദിച്ചു, ഇവരൊക്കെ കുരുവിയുടെ ഫ്രണ്ട്സാ കേട്ടോ, ഇവരൊക്കെ അടുത്തടുത്തുള്ള മരങ്ങളാണ്. മാവിനോട് ചോദിച്ചപ്പോ മാവും പറഞ്ഞു, നോ നോ, ഇവിടെ സ്ഥലമൊന്നുമില്ല, എന്നെ ശല്യം ചെയ്യാമോ? ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ആ നന്മയുടെ ദേവത, നമ്മുടെ ഏഞ്ചൽ നോക്കിക്കൊണ്ട് നിൽക്കുക. ഏതെങ്കിലും ഒരു ട്രീയ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് ഈ കാലൊടിഞ്ഞ കുരുവിയെ സഹായിക്കണമെന്നോ നോക്കി നിൽക്കുക. ആരും ഹെൽപ്പ് ചെയ്തില്ല. അപ്പൊ ഈ കുരുവി പറന്ന് 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 ഒരു വാഴയുടെ വെച്ചു. വാഴയ്ക്ക് ചെടി പറഞ്ഞു, വാഴച്ചെടി എന്നെ കണ്ടോ, മഴയാണ്, എന്റെ വീട്ടിൽ പോയി കൂടെ പോയി താമസിക്കാൻ സ്ഥലമില്ല, എന്റെ കാലിന് ഭയങ്കര വേദനയാണ്. അങ്ങനെ മഴച്ചെടി എന്ത് പറഞ്ഞില്ലല്ലോ, അയ്യോ കുരുകുരി, നീ വരൂ വരൂ, നീ വന്ന് എന്റെ ഈ വാഴയുടെ ഇലയിലോളൂ, വാഴത്തലയിൽ വാഴ തണ്ടിലിരുന്നോളൂ, നീ ഒന്ന് വിശ്രമിക്കും. നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ നിനക്ക് ഞാനിതാ തേൻ തരാന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാഴയുടെ അറ്റത്തെ വാഴകളൊക്കെ ഇങ്ങനെ ഒരു സാധനം തുന്നിയിരിക്കുന്നത്? വാഴക്കുമ്പ് അതിങ്ങനെ തുറന്നാൽ അതിനകത്ത് വായി കളഞ്ഞൊരു സാധനമുണ്ട്, അതിന് നല്ല തേനുണ്ട്. അതിന് കഴിച്ചിട്ടുണ്ടോ? ആ, അതൊക്കെ കഴിച്ച് നോക്കണുണ്ട്, വെരി ടേസ്റ്റി. അതൊക്കെ കുരുവിക്ക് കൊടുത്തു. കുരുവി അതൊക്കെ കഴിച്ച് കുരുവിയുടെ ക്ഷീണം മാറി. എന്നിട്ട് വാഴ എന്ത് ചെയ്യുന്നറിയാമോ? വാഴയുടെ ആ ഇല കൊണ്ട് ഒടിഞ്ഞ കാലത്ത് ഇങ്ങനെ തൂത്ത് തൂത്ത് കൊടുത്തു. ഇതൊക്കെ കണ്ടോണ്ട് ആര് നിൽപ്പുണ്ട്? നിൽപ്പുണ്ട്. ഇതിന്റെ സ്റ്റിക്ക് എടുത്ത് വാഴ തൊട്ടു. എന്നിട്ട് ഏഞ്ചൽ പുറത്തേക്ക് വന്നു. ഏഞ്ചൽ ശരിക്കും റിയൽ ഏഞ്ചലായിട്ട് എന്നിട്ട് വാഴ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഓ നന്മ നിറഞ്ഞ മരമേ, നന്മ നിറഞ്ഞ ചെടി, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വാഴച്ചെടി പറഞ്ഞു, അയ്യോ ഞാനൊരു ചെറിയ ചെടിയല്ലേ, വാഴയല്ലേ, ഞാൻ ഈ വലിയ വലിയ മരങ്ങളുടെ അടുത്ത് എന്താ? അതൊന്നുമല്ല, നിന്റെ മനസ്സിന്റെ വലിപ്പമാണ് വലുത്. നീ ഈ കുരുവിന്റെ മുഖത്ത് ചേർത്തില്ലേ, അതിന് നീ കുടിക്കാൻ തേൻ കൊടുത്തില്ലേ, അതിന് നീ കലോറി ആവശ്യപ്പെട്ടില്ലേ, നീ എന്നോട് പറഞ്ഞില്ലേ നിന്റെ കൂടെ താമസിച്ചോളാൻ, കുരുവിയോട് എത്ര കാലം വേണമെങ്കിൽ കൂടെ താമസിച്ചോളാനായിട്ട് വാഴത്തൈ പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ഞാൻ ബ്ലെസ് ചെയ്യാൻ പോവുക. എന്നിട്ട് നമ്മുടെ ഏഞ്ചൽ എന്ത് പറഞ്ഞെന്നറിയാവോ? വാഴച്ചെടി നീയില്ലാതെ കേരളത്തിൽ ഓണമില്ല. നിന്റെ വലിയ